ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. രാവിലെ 9 മണിയായി. ഇനി പല്ല് തേക്കണം, ഫ്രഷ് ആവണം, റെഡി ആവണം. ഇച്ചിരി പരിപാടികളുണ്ട് ഇന്ന്. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്താലോ എന്ന്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ ഞാൻ പല്ലിച്ച് കഴിഞ്ഞു. ഞാൻ തുണിയും മാറി. ഞാൻ സ്വെറ്ററാണ് ഇട്ടേക്കുന്നത്, കാരണം പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഇനി മുഖത്ത് ചെറുതായിട്ട് ഇച്ചിരി മേക്കപ്പ് ഇടണം. എന്നിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആണ്. സോ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ലോഷനാണ് സെർവി. സോ യാ, ഇനി നമുക്ക് നമ്മുടെ ഐലൈനർ ചെയ്യാം. ഞാൻ അത്രയും പ്രോ അല്ല. ഐലൈനർ ചെയ്യുന്നത് ഇച്ചിരി പാടാണ് എനിക്ക്. എന്നാലും നമുക്ക് ഒപ്പിച്ചെടുക്കാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഐലൈനർ ചെയ്ത് കഴിഞ്ഞു. ഇനി മസ്കാര ഇടാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാവരും പറയും നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ വാറി തുറന്ന് പിടിക്കുമെന്ന്. സോ ഞാൻ തുറന്ന് പിടിക്കാതെ ഞാൻ ചെയ്യാൻ നോക്കാം. അതെല്ലാം അറിയാതെ വാ തുറന്ന് പോകും ഗൈസ്. ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിത് ഐ ലവ് വെയറിങ് ദിസ്. കാരണം നമ്മുടെ ഐലാഷസിന് ഭയങ്കരമായിട്ട് ലോങ് ആയിട്ടും ഫീൽ ചെയ്യും, ഭയങ്കര വോളിയൂമും കൊടുക്കും. നമുക്ക് താഴെയും കൂടെ ചെയ്തേക്കാം. സോ ഇറ്റ് വിൽ ലുക്ക് നൈസ്. ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് വാസ്ലീൻ പുരട്ടാം, കാരണം ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. ഇനി ഇച്ചിരി ലിപ്സ്റ്റിക്കും ഇടാം. ഇച്ചിരി എടുത്തുള്ളൂ, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. സോ ഇച്ചിരി ലിപ്സ്റ്റിക് ഇടാം. തരാ. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. ഇനി മുടി ഇങ്ങനെയും കെട്ടി വെക്കണം. മുടി ഓൾറെഡി ഭയങ്കര കേളി ആയിട്ടിരിക്കുക. സോ എനിക്കറിയത്തില്ല എന്തോ ചെയ്യേണ്ടത്. ചീവി കഴിഞ്ഞ് എൻ്റെ മുടി ഇങ്ങനെ നിൽക്കും. സോ ചീവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇന്നലെ കുളിച്ചിട്ടാണ് കിടന്നത്. അതുകൊണ്ട് എൻ്റെ മുടി ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുന്നത്. സോ നമുക്ക് ഒന്ന് ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാം, അതാണ് നല്ലത്. കാരണം ചീവി കഴിഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് വേഴ്സ്റ്റ് ആകും. സോ ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാൻ പോവാണ്. ആൻഡ് നമുക്ക് താഴോട്ട് പോവാം. ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാന്ന് വെച്ച് വന്നപ്പോൾ ചമ്മന്തി മാത്രം ഇവിടെ ഉണ്ട്. ദോശയുടെ മാവ് മാത്രമേ ഉള്ളൂ ഗൈസ്. ദോശയുടെ മാവ് പൊങ്ങിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റിൽ ഇനി ബ്രെഡ് തന്നെ കഴിക്കേണ്ട അവസ്ഥയാണ്. ബ്രെഡും കാപ്പിയും കുടിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇതാണ് ദോശയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നോക്കിക്കേ. സോ അങ്ങനെ നമുക്ക് കാപ്പിയും നമുക്ക് ബ്രെഡും കഴിക്കാം. ദോശ കഴിക്കുന്നതിന് പകരം ഇപ്പോൾ ബ്രെഡ് കഴിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നേക്കുന്നത്. കാരണം ദോശമാവ് പൊങ്ങിയില്ല എന്ന് ഞാൻ കാണിച്ചല്ലോ. അത് തണുപ്പ് കാരണമാണ് കേട്ടോ. കാരണം പുറത്ത് ഭയങ്കര തണുപ്പ്, അതാ പൊങ്ങാട്ടെ. നാളത്തേക്ക് റെഡിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പോഴത്തേക്ക് ഇതൊക്കെ ഉള്ളൂ നമുക്ക്. ഞാൻ ബ്രെഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുറകെ മമ്മി എന്തോ പണിയിലായിരുന്നു. ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഉണ്ടാക്കാനാണ്. സോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി ഉണ്ടെന്ന്. അങ്ങനെ പുറത്തോട്ട് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. പുറത്ത് നല്ല സ്നോയൊക്കെ കിടപ്പുണ്ട്. കാണിച്ചു തരാം. 1 സെക്കൻഡ്, ഞാൻ ഒന്ന് പുറകിലോട്ടൊന്ന് പൊക്കോട്ടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഗ്രാസിന് പകരം മൊത്തം സ്നോയാണ് താഴെ. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് കെവിനേഷൻ്റെ വീട്ടിലോട്ടാണ്. കാരണം ഹീസ് ഗോയിങ് ടു ഇന്ത്യ ഫോർ 4 days വിത്ത് ഹിസ് പേരൻസ്. താജ്മഹൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. സോ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. അങ്ങനെ ഫൈനലി കെവിനേഷൻ്റെ വീട്ടിലെത്തിയേക്കുവാണ്. യെസ്, ഇവിടെ മീശയും താടിയെല്ലാം പഠിച്ചു ഇവിടെ ഇരിക്കുവാണ്. എല്ലാം പാക്കിംഗ് എല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? ഇല്ല, മേളില. ഞാൻ ബാഗ് എടുക്കാൻ വന്നോ. ഇതിനകത്ത് ഇനി നടക്കാൻ. Are you excited? Yeah. എല്ലാം ഇപ്പൊ ആക്ച്വലി കുഴഞ്ഞിരിക്കുക. ചേച്ചി ഇല്ലാതെ തന്നെയാ പോകുന്നത് ഗൈസ്. പാരന്റ്സിന്റെ കൂടെ മാത്രം.
അപ്പോൾ ബൈ, Bye. ഹാവ് എ സേഫ് ഫ്ലൈറ്റ്. God, I probably look like. ഇപ്പൊ കണ്ട കറക്റ്റ് ഒരു എത്ര 12 years old എന്ന് പറയും. ഓക്കെ അപ്പൊ ശരി. Okay, bye. Tata. Bye. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയും ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവളെ പിക്ക് ചെയ്യാൻ. സോ അവള് ഇന്ന് ഹോൾഡേ അല്ല, ഒരു വൈകിട്ടൊരു 8 മണി വരെ അവൾ എൻ്റെ കൂടെ കാണും. സോ ലെറ്റ്സ് ഗോ ആൻഡ് പിക്ക് ഹർ അപ്പ്. അങ്ങനെ ഫൈനലി അവളെ കിട്ടിയിരിക്കുവാണ്. ഞാൻ ഓൾറെഡി മൈ ലൈഫ് ആണോടാ. അങ്ങനെ ഇനിയും ഞങ്ങളുടെ ജോലിസ്ഥലം വരെ ഒന്ന് പോവാം, പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവും. അങ്ങനെ ജോലിക്ക് പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു സാധനം പിക്കപ്പ് ചെയ്യാനായിരുന്നു. പപ്പായ്ക്കൊരു വാളറ്റ് മേടിച്ചായിരുന്നു ക്രിസ്മസിന്. എനിക്ക് പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈക്ക് സൂപ്പർവൈസറിനെ ഉണ്ടാ ഞാൻ ഓർഡർ ചെയ്യിപ്പിച്ചത്. അപ്പോൾ പനി ആയതുകൊണ്ട് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ചാൻസ് കിട്ടിയത്. അപ്പം ഇനിയും തിരിച്ച് വണ്ടിയിലോട്ട് നടക്കുക. ഭയങ്കര തണുപ്പാണ് ഗൈസ്. എന്നാ ഇത് അപ്പായ്ക്ക് മേടിച്ചതാ. പപ്പായ്ക്ക് മേടിച്ച തുറന്നു നോക്ക്. ഞാൻ നോക്ക്, തുറന്നു നോക്ക്. അപ്പായ്ക്ക് ഒരു മോട്ടിവേഷൻ തരാനാ. മോട്ടിവേഷൻ തരാനാ. ഇനി കൂടുതൽ പൈസ ഉണ്ടാക്കാനും പൈസ ആടുമ്പോ ഇങ്ങനെ ഓരോ സാധനം എനിക്ക് മേടിച്ചു തരാനും. വാളറ്റ് അല്ല, അതിനുള്ള മോട്ടിവേഷനാ ഞാൻ മേടിച്ചു തന്നത്. ഇത് നല്ല സാധനല്ലേ, ഇങ്ങനെ ഉണ്ട്, നല്ലല്ലേ. ഇതാകുമ്പോ ഒത്തിരി ഉറകളും ഉണ്ട്, പൈസ ഇങ്ങനെ കൂട്ടി വെക്കാം. സോ ഗൈസ്, എൻ്റെ മമ്മി ഉണ്ടാക്കിയ 3 തരത്തിലെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇവള് അത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാന്ന് പറയും. സോ ഏത് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കഴിച്ചു നോക്കിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. സത്യസന്ധമായിട്ട് പറയട കേട്ടോ, നോ ലൈൻ. എനിക്ക് പിന്നെ മധുരം ഇഷ്ടമായോണ്ട് ഇവള് 1 മാസമൊക്കെ നോ ഷുഗർ എന്നുള്ള ചാലഞ്ചൊക്കെ ചെയ്തിട്ട് നോക്കിയപ്പോ മധുരം ഇരുന്ന് തിന്നുന്നത് ഇങ്ങനുണ്ട്. അത് നല്ലതാണോ? ആ ഇല്ല ഇല്ല, ഈ അടുത്തത് അത് കഴിക്കാതെ വേറെ ട്രൈ ചെയ്ത് നോക്ക്. അത് അമ്മ വെള്ളം എന്തോ അമ്മേ? വെറും കേക്ക്. സോ കഴിച്ചു നോക്കൂ. How is it? That's good too. I like this better though. Really? Okay. Super, that's really good. Okay. ഇനി ഈ ബ്ലാക്ക് വൺ ഏതാ അമ്മേ? ചോക്ലേറ്റ് കഴിക്കത്തില്ല, നീ എന്നോട് ഷെയർ ചെയ്യണം. ചോക്ലേറ്റ് അല്ലേ അമ്മേ? ഈ കറുത്ത് ഫുൾ ചോക്ലേറ്റ് അല്ലേ? അതിനകത്ത് എനിക്ക് ചോക്ലേറ്റ് ആണോ? ഏതാ ഇഷ്ടപ്പെട്ട ഏറ്റവും? എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ്. ഓക്കെ. ഇത് പിന്നെ എനിക്ക് ഇതും ഇഷ്ടമായി. ആ ഓക്കെ, സെറ്റ്. ഇപ്പൊ ഞങ്ങൾ തളർന്നിരിക്കുവാണ്. ഞങ്ങൾ എപ്പോൾ മീറ്റ് ചെയ്താലും ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ റീൽസ് എടുക്കുക. സോ സൂൺ ഒരു റീൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അതിന്റെ കഥപ്പായിപ്പോ ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾക്ക് 2 പേർക്ക് എക്സർസൈസിന്റെ കുറവുണ്ടെന്ന്. Are you excited? A little bit. I'm tired though. Yeah, കാരണം ഇത്ര നേരം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഡാൻസാ. എന്നിട്ട് ഒന്നായില്ല. ഓക്കെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ റെഡി ആയേക്കാണ് റീൽ എടുക്കാൻ. ഇവിടെ സാരിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് പാവാടയും ബ്ലൗസും ഷോളുമാണ് ഇട്ടേക്കുന്നത്. ഹൗ ഡു യു ലുക്ക്? ക്യൂട്ട്. അപ്പോൾ ഇനി റീൽ എടുത്തിട്ട് തിരിച്ചു വരാം. ടാറ്റാ. അങ്ങനെ ഗൈസ്, ആദ്യത്തെ റീല് ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുവാണ്. യൂട്യൂബിൽ എന്തായാലും ഇടുന്നതായിരിക്കും ഷോർട്സ് ആയിട്ട്. ഇനിയും രണ്ടാമത്തെ എടുക്കണം. അതിന് മുൻപേ ഞങ്ങൾ ചോറ് കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ മമ്മി ഒത്തിരി കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി ചോറ് കഴിക്കണം. വിശന്നിട്ട് വയ്യ, ചാടി ചാടി. അങ്ങനെ ഗൈസ്, മമ്മി ചോറെല്ലാം ഞങ്ങൾക്ക് വിളമ്പി തന്നേക്കും. എന്തൊക്കെയാണ് കൂട്ടാൻ? സോ ഇത് പയർ തോരൻ, മീൻ പീര, ഇതെന്നായിരുന്നു മമ്മി? ഏത്തക്ക തോരൻ, പിന്നെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, മീന്, പാവയ്ക്ക, അമ്പഴങ്ങ, പിന്നെ ഞാൻ എടുക്കാത്ത ഒരു മുളക് ചമ്മന്തി ഉണ്ട്, പിന്നെ മോര് കറി. ഞാനും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ. സോ കഴിക്കാൻ തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ റീൽ എടുത്ത് കഴിഞ്ഞു. ചോറ് കഴിച്ച് ഒരു എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കാണുകൂടി? ഒരു 5 മിനിറ്റ്. 10 മിനിറ്റ് എടുത്തോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തുണി മാറിയിട്ട് ഞങ്ങൾ സെക്കൻഡ് വൺ എടുത്തു. ഇനി എന്തോ നമ്മുടെ പരിപാടി? ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇനിയും ജസ്റ്റ് സംസാരം. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു മൂവിയും കാണണം.
സോ യാ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ സൂൺ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബ് ഷോർട്സിൽ ഞങ്ങളുടെ ഡാൻസ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഇനിയും ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമയാണ് കാണുന്നത്? ഏതോ കൽബ് എന്ന് പറഞ്ഞ സിനിമ വെച്ചിട്ട് നല്ലതെന്നൊക്കെ പറയുന്നുണ്ടെന്നോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അടുത്ത് വന്ന ഇവളെയും കൂടെ കാണിച്ചു കൊടുക്കാം. എന്തായാലും ഇവളിവിടെ വന്ന അപ്പോൾ ഞാൻ അടുത്ത് ഒരുമിച്ചിരുന്ന് കാണാമെന്ന്. ഞാൻ ഓടി കണ്ടതാണ് ഗൈസ്. സോ അതിനി കാണാൻ പോവാം. അങ്ങനെ ആനെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിപ്പിച്ചു. അപ്പോൾ വേറൊരാൾ പെട്ടിയും കിടക്കയായിട്ട് വന്നു. അത് വേറെ ആരുമല്ല, മൈ സിസ്റ്റർ. കാരണം അച്ചാച്ചൻ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഷീസ് ഗോയിങ് ടു ബി ഹിയർ ഫോർ ദ നെക്സ്റ്റ് 4 days. സോ യാ അങ്ങനെ ഗൈസ് ചേച്ചി കഴിച്ചു കഴിഞ്ഞു. ഞാൻ വൈകിട്ട് അങ്ങനെ കഴിക്കാറില്ല. സോ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓൾറെഡി 10 മണിയായി. ഇനി ജസ്റ്റ് സംസാരിക്കും ഇച്ചിരി നേരം ആൻഡ് ടി വി കാണും, പിന്നെ കിടന്നുറങ്ങും. Are you excited to be with me for the next 4 days? Yes. അതിനൊരു സന്തോഷമില്ലല്ലോ. Yeah, so we're signing off. Don't forget to like, share, subscribe and comment. Yeah, നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ I'll create more of these. So അതുവരെ adios.